I wanted to share something from Genesis chapter 3. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. I wanted to share a reminder for all of us as young people as we think about how the devil seeks to deceive us. പിശാച് നമ്മെ എങ്ങനെയാണ് വഞ്ചിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ ചില കാര്യങ്ങൾ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. Think about what the devil had to do to Adam and Eve. ആദാമിനോടും ഹവ്വായോടും പിശാചിന് എന്താണ് ചെയ്തത് എന്ന് നിങ്ങൾ ചിന്തിക്കുക. They had never sinned in their life. അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അവർ പാപം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. They had spent 24 hours at least with God. അവര് 24 മണിക്കൂറെങ്കിലും ദൈവത്തോടൊപ്പം ചെലവഴിച്ചിരുന്നു. Imagine what a great time they must have had right after being born with God himself. ദൈവത്തിൽ നിന്ന് തന്നെ ജനിച്ച ശേഷം ദൈവത്തോടൊപ്പം ഇത്ര സമയം ചെലവഴിക്കുക എന്നുള്ളത് എത്ര വലിയ കാര്യമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക. So imagine the task before the devil was to deceive these people. ഇങ്ങനെയുള്ളവരെ വഞ്ചിക്കുക എന്നുള്ളതായിരുന്നു പിശാചിന്റെ മുമ്പിലുള്ള ദൗത്യം. He probably had a lot easier. He probably has a lot easier time deceiving us than he has deceiving them. നമ്മെ വഞ്ചിക്കുന്നതാണ് പിശാചിന് അതിനേക്കാളും എളുപ്പം, അവരെ വഞ്ചിക്കുന്നതിനേക്കാട്ടിലും. How would you feel if you had spent 24 hours with God himself? ദൈവത്തോട് തന്നെ ഒപ്പം നിങ്ങൾ 24 മണിക്കൂർ നേരം ചെലവഴിച്ചത് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. A lot of people love to talk about how an angel comes and visits them for 1 minute and they are in cloud 9 for years. ഒരു ദൂതൻ തങ്ങളെ വന്ന് 1 മിനിറ്റ് സന്ദർശിച്ചു എന്നുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ ജീവിതകാലം മുഴുവൻ അതിനെക്കുറിച്ച് പ്രശംസ പറയുന്നവരാണ് പലരും. Adam and Eve spent 24 hours with God at least. 24 മണിക്കൂറെങ്കിലും ദൈവത്തോടൊപ്പം ആദാമും ഹവ്വയും ചെലവഴിച്ചു. And God cleared his calendar, so to speak. He said, I'm just going to rest. I'm going to do nothing and just be with you. ഞാൻ ഇനിയും നിങ്ങളോടൊപ്പം ഞാൻ വേറെ ഒന്നും എനിക്ക് ചെയ്യുവാനില്ല, ഞാൻ സ്വസ്ഥതയിൽ നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ പോവുകയാണ്. ദൈവം തന്റെ മറ്റു പരിപാടികളെല്ലാം മാറ്റിവെച്ച് അത് ചെയ്യുകയായിരുന്നു. I'm going to rest and I'm going to be with you. ഞാൻ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നു, ഞാൻ ഒരു സ്വസ്ഥതയിൽ ആയിരിക്കുന്നു. It's after this that the devil comes and says, okay, now I got to get these guys to sin. ഇതിന് ശേഷമാണ് പിശാച് വന്ന് ഇപ്പോൾ എനിക്ക് ഇവരെ എങ്ങനെയെങ്കിലും തെറ്റിക്കണം എന്ന് പറയുന്നത്. And so I want to show you 3 mistakes and 3 sins that Adam and Eve committed in this. ഈ കാര്യത്തിൽ ആദാമും ഹവ്വയും അവര് ചെയ്ത 3 തെറ്റുകൾ, അവരുടെ 3 പാപങ്ങൾ ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. And the first one is, if you turn to Genesis chapter 3 in verse 4 and 5, the serpent, the devil working through the serpent tells Eve that you will not die and that God has, doesn't have Eve's best for her. ദൈവം ഹവ്വയുടെ നന്മയല്ല ആഗ്രഹിക്കുന്നത് എന്നുള്ള ചിന്ത പിശാച് ഹവ്വയുടെ മനസ്സിലേക്ക് കൊടുത്ത് ഹവ്വയെ വഞ്ചിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് നാം അവിടെ ആദ്യത്തെ വാക്കുകളിൽ 3-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ നാം കാണുന്നത്. And the devil was basically saying, after you spend 24 hours with God, the devil said, God doesn't want your best. ദൈവത്തോടൊപ്പം അവർ 24 മണിക്കൂർ ചെലവഴിച്ചെങ്കിലും അതിനുശേഷം പിശാച് വന്ന് അവരോട് പറയുന്നത്, ദൈവത്തിന് നിങ്ങളുടെ ഏറ്റവും മെച്ചമായ കാര്യമല്ല ദൈവം താല്പര്യപ്പെടുന്നത് എന്നാണ്. God had told them, you must rule. I'm giving you the ability to rule over everything on this earth. ദൈവം അവരോട് ഈ ഭൂമിയിലെ എല്ലാറ്റിന്റെയും മേലും വാഴുവാനായിട്ട് ദൈവം അവർക്ക് കൽപ്പന കൊടുത്തിരുന്നു. God told Adam, I'll make a helper suitable for you, and gave him Eve when he ran out of all other options. തന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ മറ്റൊരു വഴിയുമില്ലാതിരുന്നപ്പോൾ
ഞാൻ നിനക്കൊരു സഹായിയെ നൽകാം എന്ന് പറഞ്ഞ് ദൈവം ആദാമിന് ഹവ്വയെ ഒരു സഹായിയായി തുണയായി കൊടുത്തു. And God gave him so many trees in the garden and said, you can eat and eat and eat out of all the trees, just don't eat one tree. അവിടെ ആ തോട്ടത്തിൽ അനേക വൃക്ഷങ്ങളെ കൊടുത്ത് ദൈവം അവനോട് പറഞ്ഞു, ഭക്ഷിക്കാം, ഒരു വൃക്ഷത്തിൽ നിന്ന് മാത്രം ഭക്ഷിക്കരുത്. Yet the devil came and told Adam and Eve, God doesn't want your best. എന്നാൽ അതിന്റെ മധ്യത്തിൽ ആദാമിന്റെയും ഹവ്വയുടെയും അടുത്ത് വന്ന് പിശാച് പറയുന്നു, ദൈവത്തിന് നിന്റെ ഏറ്റവും മെച്ചമായ കാര്യമല്ല ദൈവത്തിന് താല്പര്യമുള്ളത് എന്ന്. And that is the very first lie that the devil always seems to come to us and tries to shake our foundation about it. ദൈവം നമ്മോടൊപ്പം നമ്മുടെ പക്ഷത്താണ് എന്നുള്ള ആ ചിന്തക്കെതിരെയാണ് പിശാച് കൊണ്ടുവരുന്ന ആദ്യത്തെ ആക്രമണം. And if he succeeded with Adam and Eve after they spent 24 hours with God, you can be sure he's going to try to do this in our lives. ആദാമിനും ഹവ്വയോടൊപ്പം 24 മണിക്കൂർ ചെലവഴിച്ച ശേഷം, ദൈവത്തോടൊപ്പം അവര് ആദാമും ഹവ്വയും അത്രയും സമയം ചെലവഴിച്ച ശേഷവും പിശാചിന് അവരെ ഇപ്രകാരം വഞ്ചിക്കാമായിരുന്നെങ്കിൽ നമ്മെ എത്രയധികം. This is a very simple truth to believe in our mind, but a very difficult truth to believe through our lives. നമ്മുടെ മനസ്സിൽ ഇത് വിശ്വസിക്കാനായിട്ട് വളരെ എളുപ്പത്തിലുള്ള ഒരു സത്യമാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിലൂടെ ഇത് നമുക്ക് പ്രാവർത്തികമാക്കുവാനായിട്ട് അത് ബുദ്ധിമുട്ടാണ്. I would ask you, does God want the very best for you? You'll all say yes. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ദൈവത്തിന് നിങ്ങൾക്കെല്ലാം ഏറ്റവും മെച്ചമായതാണോ ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങളെല്ലാം പറയും അതെ എന്ന്. But then, why didn't I get that job? And that becomes a big grumbling inside of my heart. എന്നാൽ എന്തുകൊണ്ടാണ് എനിക്ക് ജോലി കിട്ടാഞ്ഞത് എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ അതൊരു വലിയ പോരാട്ടമാണ്, ഒരു പിറുപിറുപ്പ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കുന്നു. Why is COVID lasting for so long? And it becomes a grumbling inside of my heart. എന്തുകൊണ്ടാണ് കോവിഡ് ഇത്ര നാൾ നീണ്ടുപോകുന്നത്? അത് എന്റെ മനസ്സിൽ അത് ഒരു പിറുപിറുപ്പായിട്ട് അവശേഷിക്കുന്നു. Why is the school doing this? Why is the government doing this? Why are the companies doing this? And we forget that God is in control and wants our best. എന്തുകൊണ്ടാണ് ഈ സ്കൂൾ കോളേജ് ഇങ്ങനെ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് കമ്പനി ഇങ്ങനെ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഇങ്ങനെ ചെയ്യുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ അതൊരു പ്രശ്നമായി അവശേഷിക്കുന്നു. It's so easy for me to hold on to and hold fast to the truth that God is in control and he has my very best in mind. ദൈവത്തിന് എന്റെ ഏറ്റവും നല്ല മെച്ചമായ കാര്യമാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്നും ദൈവം സകലത്തെ നിയന്ത്രിക്കുന്നു എന്നുമുള്ള ചിന്ത അത് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ നാം If I were to think about every single sin that I have done that I can think of or struggled with, this is part of the reason why I have fallen into sin. നമ്മുടെ ജീവിതത്തിൽ നാം വീണുപോയ കഴിഞ്ഞ കാലത്തെ ഓരോ അവസരങ്ങളെയും നമ്മൾ ചിന്തിച്ചു നോക്കുക. അങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ ഈ ഒരു ഉറച്ച ദൈവത്തിലുള്ള വിശ്വാസമില്ലായ്മയാണ് ആ വീഴ്ചയ്ക്കൊക്കെ കാരണം എന്ന് നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. I have been so discouraged or gotten to bad moods or given into worry or sought for something and grabbed for something, all because I don't believe that God is in control and has my very best. ദൈവം എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നുവെന്നും ദൈവത്തിന് എനിക്ക് ഉള്ള ഏറ്റവും നന്മയാണ് ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതും ഞാൻ വിശ്വസിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ഞാൻ ശരിയായ മൂഡിലല്ലാത്തതും ചില കാര്യങ്ങളിൽ ഞാൻ അസ്വസ്ഥനാകുന്നതും ചില കാര്യങ്ങൾ ഞാൻ അത് എനിക്ക് വേണമെന്ന് പറഞ്ഞ് പിടിച്ചെടുക്കുവാനായിട്ട് ശ്രമിക്കുന്നതുമൊക്കെ. In the moment of temptation, if I could see, it's not that my boss is giving me a hard time. It's that God has allowed my boss to give me a hard time and he wants my very best. നമ്മുടെ പരീക്ഷാ സമയത്ത് എനിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്
എൻ്റെ ഈ ജോലി സ്ഥലത്തെ അധികാരിയല്ല, അല്ലെങ്കിൽ മറ്റു വ്യക്തികളല്ല, എൻ്റെ ഈ സാഹചര്യത്തെ നിയന്ത്രിക്കുന്ന ദൈവമാണ് ഈ കാര്യം അനുവദിച്ചത് എന്ന് ചിന്തിക്കുമ്പോൾ, എൻ്റെ ഏറ്റവും മെച്ചമായത് ദൈവം ആഗ്രഹിച്ചുകൊണ്ടാണ് ഇത് അനുവദിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു സ്വസ്ഥതയുണ്ടാവും. Whenever I want something and I'm not getting my way, that is where the devil comes in and says, see, God doesn't want your best, because if he did want your best, he'd give it to you. നമുക്ക് ചില കാര്യങ്ങൾ നാം ആഗ്രഹിക്കുന്നു, നാം അന്വേഷിക്കുന്നു, പക്ഷേ അത് നമുക്ക് ലഭിക്കുന്നില്ല എന്ന് കാണുമ്പോൾ പിശാച് വന്ന് നമ്മോട് പറയും, കണ്ടോ, ദൈവത്തിന് നിന്നെ ഇഷ്ടമില്ല, അല്ലെങ്കിൽ നിന്റെ ഏറ്റവും മെച്ചമായത് ദൈവം ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടാണ് ഇത് ലഭിക്കാത്തത് എന്ന് പറയുന്നു. Dear brothers and sisters, this is not easy. പ്രിയ സഹോദരന്മാരെ, ഇത് എളുപ്പമല്ല. When I don't get a job, എനിക്കൊരു ജോലി ലഭിക്കാത്തപ്പോൾ, when an engagement falls through, അല്ലെങ്കിൽ ഒരു വിവാഹ നിശ്ചയം അത് നടന്നു പക്ഷെ അത് മുമ്പോട്ട് പോകുന്നില്ല, when a family member gets sick or even dies, ഒരു കുടുംബാംഗം രോഗിയാവുന്നു അല്ലെങ്കിൽ മരണ വഴി മാറ്റപ്പെടുന്നു, when people speak evil about me, എന്നെക്കുറിച്ച് ആളുകൾ തിന്മ സംസാരിക്കുന്നു, when companies don't treat me fairly, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് എനിക്ക് ശരിയായ രീതിയിലുള്ള ഒരു പരിഗണനയല്ല ലഭിക്കുന്നത്. How much easier it would have been if I really believed that God is in control and he wants my very best. ആ സാഹചര്യങ്ങളിലൊക്കെ ദൈവം എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നു, ദൈവത്തിന് എനിക്ക് ഏറ്റവും മെച്ചമായതാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് നാം വിശ്വസിച്ചിരുന്നെങ്കിൽ നമുക്ക് എത്ര എളുപ്പത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകുമായിരുന്നു. Dear brothers and sisters, this is a fundamental struggle that we are in every day of our lives. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നാളും നാം കടന്നു പോകുന്ന അടിസ്ഥാനപരമായ ഒരു പോരാട്ടമാണ് ഇത്. This is what the devil is trying to shake underneath all the other sins that he's tempting us with. നമ്മെ പിശാച് അനുവദിക്കുന്ന മറ്റെല്ലാ പരീക്ഷകൾക്കും അടിയിൽ ഈ ഒരു കാര്യമാണ് ഉള്ളത്. The lie is God's commands are not for my best. ആ പിശാചിന്റെ കാപട്യം അല്ലെങ്കിൽ കളവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൽപ്പനകൾ എനിക്ക് എന്റെ നന്മയ്ക്കായിട്ട് ഉള്ളത് അല്ല എന്ന് നമ്മെ വിശ്വസിപ്പിക്കുന്നു. Now when the devil came to tempt Jesus, he did the same thing. പിശാച് യേശുവിനെ പരീക്ഷിക്കാനായിട്ട് വന്നപ്പോൾ പിശാച് അത് തന്നെയാണ് ചെയ്തത്. He told Jesus, if you are the Son of God, what kind of father will do that to his children, make you go 40 days without eating food? അവിടെ യേശുവിനോട് ചോദിക്കുന്നത്, നീ ദൈവപുത്രൻ എങ്കിൽ എന്ന ആ ചോദ്യത്തിലൂടെ പിശാച് കൊണ്ടുവന്ന ധ്വനി ഇതാണ്, ഏതൊരു തരത്തിലുള്ള പിതാവാണ് ഈ 40 ദിവസം ഒരു ഭക്ഷണവും കഴിക്കാതെ മകനെ മുമ്പോട്ട് പോകുവാൻ അനുവദിക്കുക എന്നുള്ള ഒരു സംശയം അവന്റെ മനസ്സിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. The devil said, if you are the Son of God. പിശാച് പറഞ്ഞത് ശ്രദ്ധിക്കുക, നീ ദൈവപുത്രൻ എങ്കിൽ. 40 days earlier, Jesus had heard the voice from heaven saying, you are my beloved son. 40 ദിവസങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ ആ ശബ്ദം യേശു കേട്ടതാണ്, നീ എന്റെ പ്രിയപുത്രൻ എന്ന ശബ്ദം കേട്ടതാണ്. But the devil 40 days later, the way he started the temptation is saying, I don't believe it. പിശാച് യേശുവിനെ പരീക്ഷിക്കാൻ വന്നപ്പോൾ ആദ്യം തന്നെ പറഞ്ഞ ആ കാര്യം തന്നെ, ഇത് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് ഉള്ള തരത്തിൽ പിശാച് യേശുവിന് ഒരു സംശയം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. And he tried to shake Jesus into doubting whether God was his father. ദൈവം എന്റെ പിതാവ് തന്നെ ആയിരുന്നു, എന്നെ സ്നേഹിക്കുന്ന പിതാവാണോ എന്നുള്ള ഒരു സംശയം യേശുവിന്റെ ഹൃദയത്തിൽ കൊണ്ടുവരുവാനാണ് പിശാച് ശ്രമിച്ചത്. He did that to Adam and Eve. He did that to Jesus. He's surely doing it to you and me. ആദാമും ഹവയോടും അവൻ അങ്ങനെ ചെയ്തു, യേശുവിനോട് അവൻ അങ്ങനെ ചെയ്തു. അങ്ങനെയെങ്കിൽ നിങ്ങളോടും എന്നോടും അവൻ തീർച്ചയായിട്ടും അവൻ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. So dear brothers and sisters, we should hold fast to this truth that God's commands are for my best and God is in total control over everything that happens in my life. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ കൽപ്പനകളെല്ലാം എൻ്റെ ഏറ്റവും നന്മയ്ക്കായിട്ട് ഉള്ളത് ആണ് എന്നും
ദൈവം സകലത്തെയും നിയന്ത്രിക്കുന്നു എന്നുള്ളതും നിങ്ങൾ ആ കാര്യത്തെ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം. So let me repeat that. God's commands are for my best. ഞാൻ അത് വീണ്ടും ആവർത്തിക്കട്ടെ. ദൈവത്തിന്റെ കൽപ്പനകൾ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, എൻ്റെ ഏറ്റവും മെച്ചമായ കാര്യത്തിന് വേണ്ടിയാണ്. And God is in total control over everything that comes into my life. എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന എല്ലാ കാര്യങ്ങളുടെ മേലും ദൈവത്തിന് പൂർണ്ണ നിയന്ത്രണമുണ്ട്. This is something that I have to hold strongly to. ഇത് ഞാൻ വളരെ മുറുകെ പിടിക്കേണ്ട ഒരു സത്യമാണ്. The next thing that the next thing that Adam and Eve fell for is what we see in Genesis chapter 3 verse 6. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലാണ് അടുത്തതായിട്ട് അവിടെ ആദാമും ഹവ്വയും തെറ്റിപ്പോയത് നാം കാണുന്നത്. And where we see that Eve disobeyed God, and also Adam was standing there watching and he also disobeyed. ഇവിടെ ഹവ്വ ദൈവത്തോട് അനുസരണക്കേട് കാട്ടി, അവിടെ അത് നോക്കിക്കൊണ്ട് നിന്നിരുന്ന ആദാമും ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. This is the second great sin that happened here. ഇവിടെ നടന്ന രണ്ടാമത്തെ വലിയ പാപം ഇതാണ്. And this is a very important sin that we should watch out for as young people. ചെറുപ്പക്കാരെന്ന നിലയിൽ നാം ശ്രദ്ധാലുക്കളായിരിക്കേണ്ട ഒരു പാപമാണ് ഇത്. And that is that when we become, teenagers, our friends seem to have a strong influence on our lives. പ്രത്യേകിച്ച് ഈ ടീനേജ് പ്രായത്തിലേക്ക് കടന്നു വരുമ്പോൾ സുഹൃത്തുക്കൾക്ക് നമ്മുടെ മേൽ വളരെയധികം സ്വാധീനമുണ്ടാവും. Up until then, we really care about what our parents think about us. ആ കാലത്തിന് മുമ്പ് നാം കൂടുതൽ കൗമാരപ്രായത്തിന് മുമ്പ് കുഞ്ഞുങ്ങളെല്ലാം മാതാപിതാക്കൾ നമ്മെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നാണ് നമ്മുടെ മനസ്സിലുള്ളത്. But what happens when we start to go into our teenagers, our mind shifts and we're more interested in what our friends think about us. എന്നാൽ ഈ കൗമാരദശയിലേക്ക് പ്രവേശിക്കുമ്പോൾ ചിന്താഗതി മാറി എൻ്റെ സുഹൃത്തുക്കൾ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നാം വരുന്നു. Many of us are blessed with God-fearing parents, maybe, so they can protect us from going down the wrong path. ഈ തെറ്റായ വഴിയിലേക്ക് പോകുന്നതിൽ നിന്ന് നമ്മെ തടയുവാനായിട്ട് നമ്മിൽ പലരെയും നമ്മുടെ ദൈവഭക്തരായ മാതാപിതാക്കൾ സഹായിക്കുന്നുണ്ട്. But when we start listening to our friends, they may not have the same values as our parents did. എന്നാൽ നാം നമ്മുടെ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്ന അതേ മൂല്യങ്ങൾ ആ സുഹൃത്തുക്കൾക്ക് ഉണ്ടായി എന്ന് വരില്ല. They're not as wise and mature as our parents are. നമ്മുടെ മാതാപിതാക്കൾ എത്രമാത്രം ജ്ഞാനികളായിരിക്കുന്നു അല്ലെങ്കിൽ പക്വതയുണ്ട്, അതുപോലെ അവർക്ക് പക്വതയും ജ്ഞാനവും ഉണ്ടാവണമെന്നില്ല. However, based on how we grow, this is what happens to all humans as they go into their teenagers and into our 20s. എല്ലാ മനുഷ്യരും അവരുടെ കൗമാരപ്രായത്തിലേക്കും അവരുടെ 20കളിലേക്കും ഒക്കെ പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് ഈ കാര്യമാണ്. We don't want to listen to those in authority and those who are our parents. അധികാരത്തിലുള്ളവരെയോ അല്ലെങ്കിൽ മാതാപിതാക്കളെയോ അനുസരിക്കുവാനായിട്ട് നമുക്ക് താല്പര്യമില്ല. This is not just a few people. It's not just you. All humans struggle with this. ഇത് കുറച്ച് ചെറുപ്പക്കാരെ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഞാൻ പറയുന്നത്, സകല മനുഷ്യരുടെയും അവരുടെ യൗവനകാലത്ത് ഇങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. Psychologists and others who study the mind say that the brain goes through big changes as people become teenagers. ആളുകൾ അവരുടെ കൗമാര പ്രായത്തിലേക്ക് വരുമ്പോൾ മനസ്സിന് പലതരത്തിലുള്ള മാറ്റങ്ങൾ, വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ അവരുടെ ചിന്താഗതി അങ്ങനെ മാറുകയാണ്. So here you see in this case, Eve disobeyed God because she went with whatever she felt was right. എന്താണ് ശരി എന്ന് തനിക്ക് തോന്നിയതിന് അനുസരണമായിട്ട് ഹവ്വ പോയതുകൊണ്ട്
അവിടെ ഹവ്വായിക്ക് തെറ്റിപ്പോയി. But what I want to specifically underline is the mistake that the sin that Adam made, which was to keep quiet. എന്നാൽ ഇവിടെ ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇവിടെ ആദാമിന്റെ തെറ്റിനെ കുറിച്ചാണ്. ആദാം എന്താണ് ചെയ്തത്? ആദാം അവിടെ മിണ്ടാതെയിരുന്നു. Adam quietly went along with the flow. ആ ഒഴുക്കിനനുസരിച്ച് ആദാം അങ്ങ് സാവധാനം പോവുകയാണ് ചെയ്തത്. He didn't want to go and touch the tree and pull the fruit from the tree. അവൻ അവിടെ പോയി ആ മരത്തെ തൊട്ട് മരത്തിൽ നിന്ന് ഈ പഴം പറിക്കുവാനായിട്ട് അവൻ പോയില്ല, അവൻ ശ്രമിച്ചില്ല. But if somebody gave him the tree, gave him the fruit, he'd also eat it. എന്നാൽ ആരെങ്കിലും ആ പഴം അവന് കൊടുത്താൽ അവൻ അത് കഴിക്കും. He doesn't want to go to all the websites and look at certain videos. എല്ലാ വെബ്സൈറ്റിലും പോയി നോക്കി അങ്ങനെയുള്ള വീഡിയോസ് എല്ലാം പോയി കാണുവാനായിട്ട് അവന് താല്പര്യമില്ല. But if his friends are there and they are watching it, he'll watch with them. എന്നാൽ അവരുടെ സുഹൃത്തുക്കൾ അവിടെ ഉണ്ട്, സുഹൃത്തുക്കൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരോടൊപ്പം പോയി ഇരുന്ന് കാണും. He doesn't want to talk bad about those people. അവരെ കുറിച്ച് ഒരു തെറ്റായ കാര്യം പറയുവാനായിട്ട് അവന് താല്പര്യമില്ല. But if other people are talking bad about that, she'll sit there and listen. എന്നാൽ മറ്റുള്ളവർ മറ്റൊരു വ്യക്തിയെ കുറിച്ച് എന്തെങ്കിലും തെറ്റായ കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ താൻ സ്വയമായി അങ്ങനെ പറയുന്നില്ലെങ്കിലും അവൾ ഒരുപക്ഷെ അവിടെ പോയിരുന്ന് അത് കേൾക്കും. So Adam didn't want to go and do the big sin of pulling the fruit, but if somebody gives it to me, I'll eat it. ആ പഴം പോയി പറിക്കുക എന്നുള്ള വലിയ പാപം ചെയ്യുവാനായിട്ട് ആദാം താല്പര്യപ്പെട്ടില്ലെങ്കിലും ആരെങ്കിലും എനിക്ക് തന്നാൽ ഞാൻ അത് കഴിച്ചോളാം എന്ന മനോഭാവമായിരുന്നു ആദാമിനുള്ളത്. And this is a big challenge for us as young people. ചെറുപ്പക്കാരെന്ന നിലയിൽ നാം നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി ഇതാണ്. We're too afraid and maybe we fear God. We don't want to go and do the big sins ourselves. നമുക്ക് ഒരു ദൈവഭയമുണ്ട്, അതുകൊണ്ട് വലിയ പാപം നമുക്ക് പോയി ചെയ്യുവാനായിട്ട് നാം വിസമ്മതിക്കുന്നു. But we stay silent in the company of people who are doing sins. എന്നാൽ പാപം ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം നിശബ്ദരായി മുമ്പോട്ട് പോകുന്നു. And we don't take a stand when sin is around us in our company. നമ്മുടെ ആ കൂട്ടുകെട്ടിനിടയിൽ പാപം കടന്നു വരുമ്പോൾ നാം അവിടെ ഒരു നിലപാട് എടുക്കുന്നതുമില്ല. We know we should probably get up and leave the room. നമുക്കറിയാം നമുക്ക് ആ സമയത്ത് അവിടെ റൂമിൽ നിന്ന് എഴുന്നേറ്റ് അവിടെ റൂമിൽ നിന്ന് പോകണം. But that'll feel weird, or everybody will think weird things about us, so we just sit there and we are paralyzed. ഞാനിപ്പോ എഴുന്നേറ്റ് പോയാൽ മറ്റുള്ളവരൊക്കെ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും എന്നുള്ള ഒരു ചിന്തയാൽ ഭരിക്കപ്പെട്ട് നാം അവിടെ ഇങ്ങനെ ഒന്നും ചെയ്യാതെ ഒരു പാരലൈസ്ഡ് ആയതുപോലെ അവിടെ ഇരിക്കുന്നു. And we go home and we feel, I should have said something, but we don't have the courage. വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് തോന്നുന്നു ഞാൻ അവിടെ ഒരു നിലപാടെടുത്ത് എന്തെങ്കിലും പറയേണ്ടതായിരുന്നു, പക്ഷെ ആ സമയത്ത് നമുക്ക് അതിന് ധൈര്യമില്ല. But you know, here's the dangerous part. We think that we are not as bad because we didn't do it. We were just around. എന്നാൽ അപകടകരമായ കാര്യം എന്താണെന്ന് ഞാൻ പറയട്ടെ. നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വരുന്നു, ഞാൻ ചെയ്തത് അത്ര വലിയ തെറ്റൊന്നുമില്ല, കാര്യം ഞാൻ നേരിട്ട് ചെയ്തതല്ലല്ലോ, ഞാൻ ആ കൂട്ടത്തിൽ ഒന്ന് കൂടിയതേ ഉള്ളൂ. But Adam and Eve both sinned, even though Adam never touched the tree directly. ആ നേരിട്ട് പോയി ആ മരത്തിന്റെ അടുത്ത് ചെന്ന് പഴം പറിച്ചില്ലെങ്കിലും ആദാമും ഹവ്വയും അവർ രണ്ടുപേരും ഒരുപോലെ പാപം ചെയ്തവരാണ്. And so for us, we have to stand up against the influences that are trying to carry us into sin. അതുകൊണ്ട് പാപത്തിലേക്ക് നമ്മെ തള്ളിക്കൊണ്ടു പോകുന്ന ആ തരത്തിലുള്ള സ്വാധീനങ്ങൾക്കെതിരെ നാം ഒരു നിലപാട് എടുക്കണം. And it is a very dangerous thing to just stay silent. അത് മാത്രമല്ല, നാം നിശബ്ദരായി ഇരിക്കുക എന്നുള്ളത് ഒരു അപകടകരമായ പാപമാണ്.
one of the sins that Jesus rebuked really strongly was the sin of being a coward. ഒരു പേടിച്ച് ഇരിക്കുന്നതിനെയാണ് യേശു ക്രിസ്തു വളരെ ഗൗരവമായിട്ട് ശാസിച്ച ഒരു പാപം. And you know, Revelation chapter 21 verse 8, I'll show you this verse if you don't know it. നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഞാൻ നിങ്ങളെ കാണിക്കാം. Revelation chapter 21 verse 8. Brother Santosh, you can read it maybe. 21-ന്റെ 8-ാമത്തെ വാക്യം ഞാനത് വായിക്കാം. അത് ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബരാദികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിൽ അത്രേ. അത് രണ്ടാമത്തെ മരണം. The number one group of people that will go into the lake of fire are the cowardly. ഇവിടെ നോക്കുക, ഇവിടെ ആ ഒരു പട്ടികയിൽ ഏറ്റവും ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഭീരുക്കൾ. അവരെയാണ് ഈ തീ കത്തുന്ന പൊയ്കയിലേക്ക് പോകുന്നതിനെ കുറിച്ച് ആദ്യം പറഞ്ഞിരിക്കുന്നത്. And he rebuked it. He said such people won't make it to heaven. ഇങ്ങനെയുള്ള ആളുകൾ സ്വർഗത്തിൽ പോവുകയില്ല എന്ന് പറഞ്ഞ് വളരെ ശക്തമായിട്ടാണ് ഇവിടെ നാം വായിക്കുന്നത്. They are the very first people who will be going towards hell. ഈ നാശത്തിലേക്ക്, നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിലെ ആദ്യത്തെ കൂട്ടർ ഇവരാണ്, ഭീരുക്കളാണ്. If you were to say, I'm going to give you, put it in order, list out the people who are going to go to hell, and I gave you the options of murderers and witchcraft and cowards, which would you put to be the number one thing that I say, hey, they're definitely going to hell? ഇവിടെ ഇന്ന ഈ കൂട്ടർ ഉറപ്പായിട്ട് നരകത്തിലേക്ക് പോകും എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് ഉള്ള ആളുകളെ തരികയാണ്. അത് നിങ്ങളൊന്ന് അത് ഓർഡർ ആക്കണം എന്ന് പറഞ്ഞ് ഈ കൊല ചെയ്യുന്നവർ, അല്ലെങ്കിൽ ബിംബാരാധികൾ, ഭീരുക്കൾ എന്ന് പറഞ്ഞാൽ ഈ കൂട്ടരിൽ ലിസ്റ്റിൽ ആദ്യം നിങ്ങൾ ആരെയാണ് ഇടുക? God takes cowardice very seriously. നമ്മൾ സാധാരണ ഈ ഭീരുത്വത്തെ ഇത്ര ഗൗരവമായിട്ട് എടുക്കാറില്ല. And you know, there's only one other time in the New Testament that this word cowardice comes. നിങ്ങൾക്കറിയാമോ, ഈ ഭീരുത്വം എന്നുള്ളത് പുതിയ നിയമത്തിൽ വരുന്നത് മറ്റൊരു സ്ഥലത്ത് മാത്രമാണ് ഉള്ളത്. This word cowardice is a Greek word. There's only one other time and one other instance where this word comes. ഭീരുത്വം എന്നുള്ളത് ഒരു ഗ്രീക്ക് പദമാണ്, ഗ്രീക്കിൽ നിന്ന് വന്ന ഒരു പദമാണ്. അത് പുതിയ നിയമത്തിൽ മറ്റൊരു സ്ഥലത്ത് മാത്രമാണ് ഉള്ളത്. It is in the story in the Gospels, and it's a very interesting story. ഇത് സുവിശേഷങ്ങളിലുള്ള ഒരു കഥയാണ്. വളരെ രസകരമായ ഒരു കഥയാണിത്. It's the story you can read that in Matthew chapter 8. മത്തായി 8-ാം അധ്യായത്തിൽ ഉള്ള ഒരു കഥയാണ് ഇത്. And in Matthew chapter 8 verse 24, Matthew chapter 8 verse 24. മത്തായി 8-ന്റെ 23-24 ആ ഭാഗത്താണ് നമ്മൾ അവിടെ കാണുന്നത്. The disciples are with Jesus in the boat and Jesus is asleep. ഇവിടെ ശിഷ്യന്മാർ യേശുവിനോട് കൂടെ പടകിലാണ്, എന്നാൽ യേശു അവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. And then the boat is being covered with the waves. അവിടെ ഇതാ പിന്നെ കടലിൽ വലിയ ഓളം ഉണ്ടായി, പടക് തിരകളാൽ മുങ്ങുമാറായി എന്ന് നാം അവിടെ വായിക്കുന്നു. 24-ാം വാക്യം. This is not just water splashing into the boat. This is the boat being covered with water. ഇവിടെ ബോട്ടിലേക്ക് കുറച്ച് വെള്ളം അടിക്കുന്നു എന്നുള്ളതല്ല, ഇവിടെ തിരകളാൽ മുങ്ങുമാറായി എന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. So now what will you do if you're on the boat with Jesus and the boat is being covered with waves? നിങ്ങൾ യേശുവിനോടൊപ്പം ബോട്ടിലാണ്, അപ്പോൾ യേശു ഉറങ്ങുന്നു. ഇതാ ഇവിടെ തിരകൾ വന്ന്
അടിച്ച് ഈ പടക് മുങ്ങുന്നത് പോലെ വെള്ളം അതിന് മുകളിൽ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? You go wake up Jesus. നിങ്ങൾ തീർച്ചയായിട്ടും പോയി യേശുവിനെ എഴുന്നേൽപ്പിക്കും, ഉണർത്തും. Lord, you need to do something. കർത്താവേ, അങ്ങ് എന്തെങ്കിലും ഇവിടെ ചെയ്യണമേ. So you know what Jesus did? എന്നാൽ യേശു എന്താണ് ചെയ്തത് എന്ന് നിങ്ങൾക്കറിയാമോ? Did he calm the sea? അവൻ ഉടനെ പോയി ഈ കടലിനെ ശാന്തമാക്കുകയാണോ ചെയ്തത്? No. അല്ല. He rebuked them first. ആദ്യം ഈ ശിഷ്യന്മാരെ യേശു ക്രിസ്തു ശാസിക്കുകയാണ് ചെയ്തത്. So just imagine this. The boat is being filled up with water. നിങ്ങളൊന്ന് ഇത് ചിന്തിച്ചു നോക്കുക. ഇതാ ഒരു ബോട്ടിൽ വെള്ളം നിറഞ്ഞ് ബോട്ട് മുങ്ങാൻ തുടങ്ങുന്നു. Jesus probably had water on him too. യേശുവും അവിടെ ഉറങ്ങുന്നെങ്കിലും യേശുവിന്റെ മുകളിലും വെള്ളം വീണ് കാണും. They wake him up. അവർ യേശുവിനെ കുലുക്കി എഴുന്നേൽപ്പിക്കുന്നു. He's probably drenched with water. യേശുവും ഒരു പക്ഷേ വെള്ളം കൊണ്ട് നനഞ്ഞിരിക്കാം. He gets up and he doesn't say, let's stop the sea first. Then let me explain to you, you cowards. അപ്പോ ഉടനെ യേശു അവരോട് പറഞ്ഞില്ല, ഓക്കെ, ഞാൻ ആദ്യം എന്നാ ഇപ്പം ഈ കടലിനെ ഒന്ന് ശാന്തമാക്കട്ടെ, അതിനുശേഷം നിങ്ങളുടെ വീരത്വത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം എന്നല്ല യേശു ചിന്തിച്ചത്. The boat is shaking, the water is still coming, and then he's saying, you cowards. ഇവിടെ ഇതാ ബോട്ട് ആടിക്കൊണ്ടിരിക്കുന്നു, ബോട്ടിലേക്ക് ഇപ്പോഴും വെള്ളം വന്ന് വീണുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് യേശു ഈ ശിഷ്യന്മാരെ നോക്കി പറയുകയാണ്, ഭീരുക്കളെ. The storm can wait to be stilled. ആദ്യം ഈ ശിഷ്യന്മാരെ ശാസിച്ച് തിരുത്തുകയാണ് വേണ്ടത്. ഈ കാറ്റിന് അതിന് കാത്തിരിക്കാം, അത് ശാന്തമാകുന്നതിന് കുറച്ചുകൂടെ സമയം എടുത്തോട്ടെ. I'll rebuke the sea. That's later on, but first I'm going to rebuke you. ഞാൻ ഈ കടലിനെ ശാസിക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം നിങ്ങളെ ശാസിക്കട്ടെ. The situation needs to be solved. Yes, I'll do that second, but first you need to be fixed. ഈ സാഹചര്യത്തെ എനിക്ക് ശരിയാക്കേണ്ടതുണ്ട്, എന്നാൽ അതിനു മുമ്പ് നിങ്ങൾ ആണ് ശരിയാകേണ്ടത്. And in the English Bible he says, why are you afraid? But that actual word is the same word that is used in Revelation 21. Why are you cowardly? ഇവിടെ മലയാളത്തിൽ ഇവിടെ മത്തായി 8:26 വെളിപ്പാട് പുസ്തകത്തിലും ഒരേ വാക്ക് തന്നെയാണ്, ഭീരുക്കൾ എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ ഇംഗ്ലീഷിൽ അവിടെ ഇത് രണ്ടും വ്യത്യാസമായിട്ടാണ്. ഒരു സ്ഥലത്ത് അഫ്രൈഡ്, പേടി എന്നാണ് പറയുന്നത്, മറ്റിടത്ത് കവേർഡ് എന്നാണ്. പക്ഷെ ഇവിടെ രണ്ടും അതുപോലെയാണ്. But it's that same group of people that are going to end up in the lake of fire. ഇവിടെയും ഈ ഭീരുക്കളായിരിക്കുന്ന ആളുകളാണ് ആ നരകാഗ്നിയിലേക്ക് പോകുന്ന കൂട്ടത്തിലുള്ളവർ. Jesus is with you in the boat. യേശു ക്രിസ്തു നിങ്ങളോടൊപ്പം ഈ ബോട്ടിലുണ്ട്. I know the boat is being covered with waves, but Jesus is with you. ഇവിടെ ഇതാ ഈ ബോട്ടിൽ ഇവിടെ തിരകൾ അടിച്ച് ബോട്ട് മുങ്ങുവാറാകുന്നു, പക്ഷേ യേശു നിങ്ങളോടൊപ്പം ഉണ്ട്. I learned something about what God was trying to rebuke the disciples here of. ഇവിടെ യേശു ക്രിസ്തു ശിഷ്യന്മാരെ എന്തിനാണ് ശാസിച്ചത് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം അവിടെ നിന്ന് പഠിച്ചു. When the water is overflowing in my life and I feel like I'm going to drown. എന്റെ ജീവിതത്തിൽ വെള്ളം വന്ന് നിറഞ്ഞ് ഈ രീതിയിൽ ഇങ്ങനെ ഞാൻ മുങ്ങുവാനായിട്ട് തുടങ്ങുന്നു എന്ന് തോന്നുന്ന സമയത്ത് I wake up Jesus and I keep praying to him saying, Lord Jesus save me, Lord Jesus save me, Lord Jesus save me. ഞാൻ ഉടനെ എഴുന്നേറ്റ് ഞാൻ യേശുവിനോട് പറയുന്നു, കർത്താവ് യേശുവേ എന്നെ രക്ഷിക്കണമേ, കർത്താവ് യേശുവേ എന്നെ രക്ഷിക്കണമേ എന്ന് പറയുമ്പോൾ that's because I think Jesus is asleep. അതിന്റെ കാരണം ഞാൻ ചിന്തിക്കുന്നത് യേശു ഉറങ്ങുകയാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. Such that this situation came into my life and he was not in control. യേശു ഇവിടെ ഉറങ്ങുകയായിരുന്നു, അതുകൊണ്ടാണ് ഈ കാര്യം ഇങ്ങനെ സംഭവിച്ചത്. ഇപ്പോൾ ഇവിടെ യേശുവിന് ഈ കാര്യത്തിലൊന്നും നിയന്ത്രണമില്ല എന്നുള്ള ചിന്ത കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വരുന്നത്. God doesn't want my best. God is not in control. He's asleep. ദൈവത്തിന് എന്റെ ഏറ്റവും മെച്ചമായ ഏറ്റവും നന്മയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ഇവിടെ ഇതാ ദൈവത്തിനല്ല എല്ലാറ്റിന്റെ മേലും നിയന്ത്രണമുള്ളത്. ദൈവം ഉറങ്ങുകയാണ്. So it's almost like I'm going to God and say, God, wake up, wake up. What do you do? Allah, this you clearly didn't
know what you allowed this thing to happen in my life? You must have been asleep. അപ്പോൾ ചെന്ന് നമ്മൾ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ എഴുന്നേൽക്കണമേ, എഴുന്നേൽക്കണമേ, അങ്ങ് എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത്? അങ്ങ് ഈ കാര്യത്തിലൊന്നും അങ്ങയുടെ നിയന്ത്രണത്തിലല്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തെ ഉണർത്തുവാനായിട്ട് ശ്രമിക്കുകയാണ്. And he says here, you people of little faith, you're cowards because you don't know that it had to come first through me to get to you. 26-ാം വാക്യത്തിൽ നാം വായിക്കുന്നല്ലോ, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് യേശു പറയുമ്പോ യേശു അവരോട് പറയുന്നത്, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഞാൻ അറിയാതെ ഇങ്ങനെ ഒരു കാറ്റും കോളും നിങ്ങളുടെ പടകിൽ വരുമോ? I have a feeling all of us would have done the exact same thing that the disciples did. ഈ ശിഷ്യന്മാർ ചെയ്ത അതേ കാര്യം തന്നെ നാം എല്ലാവരും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ചെയ്തിട്ടുണ്ടാവും. And 99% of people are waking God up saying, God, what are you doing about my situation? I finished my degree and COVID is just slowing me down. I'm not able to get married. I'm not able to pursue my career. Wake up, come on. നമ്മളിൽ പലരും കർത്താവിനോട് പറയുന്നത്, കർത്താവേ, ഞാൻ എന്റെ ഡിഗ്രി കഴിഞ്ഞു, ഇപ്പോൾ ഇതാ കോവിഡിന്റെ സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെ ആയിരിക്കുന്നു, എനിക്ക് എന്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, എന്റെ വിവാഹം, ജോലി ഒന്നും നടക്കുന്നില്ല, അങ്ങ് എഴുന്നേൽക്കണം എന്ന് പറഞ്ഞ് ദൈവത്തെ കുലുക്കി വിളിക്കുകയാണ്. And Jesus is saying, hold on, the storms can wait, but you have little faith. You're cowards. You're so beaten up by the situation. എന്നാൽ യേശു അപ്പോൾ ആദ്യം ഈ സാഹചര്യത്തെ മാറ്റുന്നതിന് മുമ്പ് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്, നമ്മുടെ ഹൃദയങ്ങളെ നമ്മെ യേശു ഉണർത്തിക്കൊണ്ട് നമ്മോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലല്ലോ, നിങ്ങൾ വെറും അല്പവിശ്വാസികളാണല്ലോ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഭീരുക്കളാവുന്നത് എന്ന് പറഞ്ഞ് നമ്മെ യേശു ക്രിസ്തു പ്രബോധിപ്പിക്കുകയാണ്. A wonderful verse for us to remember as we deal with cowardice. നാം ഇപ്രകാരം ഈ ഭീരുത്വത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് ഓർക്കുവാൻ കഴിയുന്ന നല്ല ഒരു വാക്യമുണ്ട്. 2 Timothy chapter 1 verse 7. 2 തിമോത്തിയോസ് 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. 2 തിമോത്തിയോസ് 1-ാം അധ്യായം 7-ാം വാക്യം. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. God has not given us a spirit of cowardice. ഇവിടെ ദൈവം നമുക്ക് തന്നത് അത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല എന്ന് നാം ഇവിടെ വായിക്കുന്നു. God has given us the Holy Spirit of power, love and self-control. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ശക്തിയുടെയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെയാണ്. So dear young people, when you see the spirit of cowardice inside of us, we must remember this word. പ്രിയ ചെറുപ്പക്കാരെ, നിങ്ങളുടെ ഹൃദയത്തിൽ ഈ ഒരു ഭീരുത്വത്തിന്റെ ആത്മാവിനെ നിങ്ങൾ കാണുമ്പോൾ ഈ വാക്യം നിങ്ങൾ ഓർക്കുക. We must seek the birthright that is ours as Christians. ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നമ്മുടെ ആ ഒരു ജന്മാവകാശം അത് അവകാശമായി നാം എടുക്കണം. The birthright is the Holy Spirit. നമ്മുടെ ആ ജന്മാവകാശം അത് പരിശുദ്ധാത്മാവാണ്. That means that is our right on the basis of just our birth. നമ്മുടെ ആ ജന്മം കൊണ്ട് തന്നെ അത് നമ്മുടെ ഒരു അവകാശമാണ്. God births us with the Holy Spirit. ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനാലാണ് നമുക്ക് ആ ഒരു വീണ്ടും ജനനം ഉണ്ടാവുന്നത്. So our birthright from the beginning of our birth is the Holy Spirit. അതുകൊണ്ട് നമ്മുടെ വീണ്ടും ജനനം മുതൽ തന്നെ നമ്മുടെ ഒരു ജന്മാവകാശം അത് പരിശുദ്ധാത്മാവാണ്. And the opposite of the Holy Spirit is the spirit of cowardice. ഈ പരിശുദ്ധാത്മാവിന് എതിരായിട്ടുള്ള ഒരു ആത്മാവ് എന്ന് പറയുന്നത് അത് ഭീരുത്വത്തിന്റെ ആത്മാവാണ്. So dear young people, it is an extremely dangerous thing to be a coward. അതുകൊണ്ട് പ്രിയ ചെറുപ്പക്കാരെ, ഇങ്ങനെ ഭീരുക്കളാവുക എന്ന് പറയുന്നത് അത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. Paul says it's the opposite of the Holy Spirit is the spirit of cowardice. പൗലോസ് പറയുന്നു
പരിശുദ്ധാത്മാവിന് എതിരായിട്ട് പൗലോസ് ഇവിടെ പറയുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ കുറിച്ചാണ്. You would think, and I would think, that the opposite of the Holy Spirit is the spirit of murder and adultery. ഞാനും നീയും നാം ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നതിന് നേരെ എതിർ അതിന്റെ മറ്റേ ധ്രുവത്തിലുള്ളത് അത് ഒരുപക്ഷെ കൊലപാതകത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ വ്യഭിചാരത്തിന്റെ ആത്മാവ് എന്നൊക്കെ ചിന്തിച്ചേക്കാം. But Paul says the opposite of the Holy Spirit is the spirit of cowardice. എന്നാൽ ഇവിടെ പൗലോസ് പറയുന്നു, ഇവിടെ പരിശുദ്ധാത്മാവിന് നേരെ എതിരായിട്ട് നിൽക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവാണ്. John says in Revelation, the opposite, the number one people who are going to hell is the cowards. യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, ഈ നരകത്തിലേക്ക് പോകുന്ന കൂട്ടത്തിൽ ആദ്യ കൂട്ടം എന്ന് പറയുന്നത് ഭീരുക്കളാണ്. And Jesus rebuked these disciples when the boat was about to sink. Before he solved the problem of the storm, he says, I want to rebuke you because you are cowards. അതുപോലെ തന്നെ യേശു ക്രിസ്തു ഈ പടകിൽ നിന്ന് പേടിച്ചുകൊണ്ടിരുന്ന ആ ശിഷ്യന്മാരെ യേശു ക്രിസ്തു അവരെയാണ് ആദ്യം ശാസിച്ചത്, ഈ കടലിനെ ശാന്തമാക്കുന്നതിന് മുമ്പ് തന്നെ. So going all the way back to Genesis, Adam was a coward. അതുകൊണ്ട് നാം തിരിച്ച് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നാം പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ആദാം ഒരു ഭീരുവായിരുന്നു. He should have pulled Eve away from that tree. അവിടെ ആ വൃക്ഷത്തിന്റെ അരികിൽ നിന്ന് ഹവ്വയെ പിടിച്ച് ആദാം മാറ്റണമായിരുന്നു. And if Eve didn't want to go, he should have said, I want nothing to do with that tree. അവിടെ ഹവ്വ അങ്ങനെ കേട്ടിരുന്നില്ല എങ്കിൽ പോലും അവൻ ചിന്തിക്കേണ്ടത്, എനിക്ക് ആ മരത്തിൽ നിന്നുള്ള ഒരു ഭക്ഷണവും എനിക്ക് വേണ്ട, ഒരു ഫലവും എനിക്ക് വേണ്ട എന്ന് അവൻ തീരുമാനിക്കണമായിരുന്നു. He should have just got up and left. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അവൻ അവിടെ നിന്ന് പോകാമായിരുന്നു. Young people, you know how difficult this is in the peer pressure that you deal with. നിങ്ങൾ കടന്നു പോകുന്ന നിങ്ങളുടെ കൂട്ടുകാരുടെ സമ്മർദ്ദങ്ങളിൽ നിന്നൊക്കെ ഇത് അവിടെയൊക്കെ നിങ്ങൾ കാണുമ്പോൾ ഇത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. It's easy for us to think, oh, we'll be like Adam. We would have easily just said no to the tree, unlike Adam and Eve. അവിടെ ആദാമിനെയും ഹവ്വയെയും പോലെയല്ല, ഞങ്ങൾ വളരെ പെട്ടെന്ന് ആ വൃക്ഷത്തിന്റെ ഫലം തിന്നുകയില്ല എന്ന് ഞങ്ങൾ പറയുമായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പറയാനായിട്ട് കഴിയും. A lot of times the equivalent temptation for us is our friends. പലപ്പോഴും അതിനോട് ഒപ്പമായിട്ട് നാം നേരിടുന്ന പരീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്തുക്കളാണ്. They're talking the wrong kind of stuff. They're watching the wrong kind of stuff. And God is saying, are you going to have the courage to get up and leave? അവിടെ അവര് തെറ്റായ കാര്യങ്ങൾ സംസാരിക്കുന്നു, തെറ്റായ കാര്യങ്ങൾ കാണുന്നു. അതിന്റെ മധ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുവാനുള്ള ഈ ഒരു ധൈര്യം നിങ്ങൾക്കുണ്ടോ എന്നാണ് ദൈവം നിങ്ങളോട് ചോദിക്കുന്നത്. Everybody else is criticizing the administrators. Everybody else is criticizing the government. Everybody else is speaking evil. I'm going to get up and leave. എല്ലാവരും ഇവിടെ അധികാരികളെ കുറ്റം പറയുന്നു, എല്ലാവരും ഇവിടെ മറ്റുള്ളവരെ കുറിച്ച് തിന്മ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ അതിന്റെ മധ്യത്തിൽ ഞാൻ ചേരുന്നില്ല, ഞാൻ എഴുന്നേറ്റ് ഇവിടെ നിന്ന് പോകും എന്ന് പറയുക. Extremely important, dear young people, that we are people of courage from an early age. നമ്മുടെ ജീവിതത്തിന്റെ ആദ്യ ചെറുപ്പം മുതൽ തന്നെ നമുക്ക് ഈ തരത്തിൽ ധൈര്യമുള്ളവരായിരിക്കുവാനായിട്ട് ദൈവം നമ്മെ ശക്തീകരിക്കണം, സഹായിക്കണം. Like Adam and Eve are not our examples, Jesus and all the disciples are our examples. ആദാമും ഹവ്വയും എപ്രകാരം നമുക്ക് ഒരു ഉദാഹരണങ്ങളല്ല, അല്ലെങ്കിൽ തെറ്റായ മാതൃകയാണ് എന്നതിൽ നിന്ന് വ്യത്യസ്തമായി യേശുക്രിസ്തു നമുക്ക് മാതൃകയാണ്. Jesus, when he was facing Pilate, the greatest, the most powerful man in his area, he was not afraid of Pilate. തന്റെ ജീവിതകാലത്ത് യേശുക്രിസ്തു പീലാത്തോസിനെ നേരിട്ടപ്പോൾ, അന്ന് ഏറ്റവും വലിയ അധികാരമുള്ള ഒരു വ്യക്തിയായിരുന്നു പീലാത്തോസ്. അവനെ നേരിട്ടപ്പോഴും യേശുക്രിസ്തു അവിടെ ഭീരുത്വത്തോടു കൂടിയല്ല അവിടെ നിന്നത്. Pilate said, I can release you right now. And Jesus says, I'm not afraid of you.
you have no authority over me. എനിക്ക് നിന്നെ വേണമെങ്കിൽ സ്വതന്ത്രനാക്കാം എന്ന് പൗലോസ് പീലാത്തോസ് പറഞ്ഞപ്പോൾ അവിടെ ആ സമയത്ത് യേശു ക്രിസ്തു പറഞ്ഞത് ഈ അധികാരം അത് ദൈവത്തിന്റെ കയ്യിലാണ്, ദൈവമാണ് ഈ അധികാരം നൽകുന്നത് എന്നാണ് പറഞ്ഞത്. One day we may have to stand up even to the most powerful person in the world. ഈ ലോകത്തെ ഏറ്റവും വലിയ ഒരു വ്യക്തിക്ക് എതിരായി നാം ഒരു നാളിൽ ഒരുപക്ഷെ ഒരു നിലപാട് എടുക്കേണ്ടി വന്നേക്കാം. They say at the end days there'll be somebody who's like the Antichrist who will rule almost the whole world. ലോകത്തെ മുഴുവനും അടക്കി ഭരിക്കുന്ന അന്തിക്രിസ്തു എന്ന ഒരാൾ അവസാന നാളുകളിൽ ഉണ്ടാവും എന്ന് നാം വായിക്കുന്നു. Are we going to be able to stand up for Christ? അവിടെ ആ സമയത്ത് നമുക്ക് ക്രിസ്തുവിന് വേണ്ടി ഒരു നിലപാടെടുത്ത് നിൽക്കുവാനായിട്ട് കഴിയുമോ? Let's start by standing up with our friends. നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളുടെ മധ്യത്തിൽ അങ്ങനെ ഒരു നിലപാട് എടുത്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. Or with even maybe family or loved ones who may be wanting to compromise. അല്ലെങ്കിൽ നമ്മുടെ കുടുംബം അല്ലെങ്കിൽ നമ്മെ സ്നേഹിക്കുന്നവർ അവര് ഒരു ഒത്തുതീർപ്പ് മനോഭാവത്തോടു കൂടി ആയിരിക്കുന്നു. അവരുടെ മധ്യത്തിൽ നമുക്ക് ഒരു നിലപാടെടുക്കുവാനായിട്ട് കഴിയുമോ? So then going back to Genesis chapter 3, there's the next mistake that Adam and Eve did. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് പോവുകയാണെങ്കിൽ ആദാമും ഹവ്വയും ചെയ്ത അടുത്ത തെറ്റ് നമുക്ക് അവിടെ കാണാം. And that's in verse 7. അത് 7-ാമത്തെ വാക്യത്തിലാണ്. After they sinned, they find out that they are naked, and so they make fig leaves. അവര് പാപം ചെയ്ത ശേഷം അവര് നഗ്നരാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവര് അവിടെ 7-ാം വാക്യത്തിൽ അവര് അത്തിയില കൂട്ടി തുന്നി അരയാടെ ഉണ്ടാക്കി എന്ന് വായിക്കും. This is a very, very big mistake that we also make. നാമും ചെയ്യുന്ന ഒരു വളരെ വലിയ ഒരു തെറ്റാണ് ഇത്. We sin. നാം പാപം ചെയ്യുന്നു. So what happens after we sin is what I'm talking about here. നാം പാപം ചെയ്ത ശേഷം എന്താണ് നാം ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നത്. We know that we're naked. നമുക്കറിയാം നാം നഗ്നരാണ്. See, read Genesis chapter 2 verse 25. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം നിങ്ങൾ വായിക്കുക. The man and the woman were both naked and were not ashamed. അവിടെ നമ്മൾ വായിക്കുന്നത് അവിടെ മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ല എന്ന് നാം വായിക്കുന്നു. But now, to cover up their shame, they make these fig leaves. എന്നാൽ ഇപ്പോൾ തങ്ങളുടെ നഗ്നത മറയ്ക്കുവാനായിട്ട് അവര് അത്തിയില കൊണ്ട് അരയാട ഉണ്ടാക്കുന്നു. What should they have done? അവരെന്തായിരുന്നു ചെയ്യേണ്ടത്? Very simple, they should have gone to God. അവർ വളരെ ലളിതമായിട്ട് ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകണമായിരുന്നു. We know the Sunday school answer. നമുക്ക് സൺഡേ സ്കൂളിലുള്ള ഈ ഉത്തരം നമുക്കറിയാം. We know that's what Adam and Eve should have done. ആദമും ഹവ്വയും അതായിരുന്നു ചെയ്യേണ്ടത് എന്ന് നമുക്കറിയാം. What do I do? What do you do when we sin? എന്നാൽ നാം പാപം ചെയ്യുമ്പോൾ ഞാനും നിങ്ങളും എന്താണ് ചെയ്യുന്നത്? Do you do the Sunday school answer? Do you go to God? നിങ്ങൾ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ പറയുന്ന ഉത്തരത്തിനനുസരിച്ച് നിങ്ങൾ ഉടനെ ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകാറുണ്ടോ? No, we so often don't. പലപ്പോഴും നാം അങ്ങനെ ചെയ്യാറില്ല. We hide. നാം ഒളിച്ചിരിക്കും. We cover ourselves with all kinds of fig leaves. നാം നമ്മെ തന്നെ എല്ലാ തരത്തിലുള്ള അത്തിയില കൊണ്ടും നമ്മെ തന്നെ മറയ്ക്കുവാനായിട്ട് ശ്രമിക്കും. I'll give you one fig leaf. ഒരു അത്തരത്തിലുള്ള ഒരു അത്തിയില ഞാൻ നിങ്ങളോട് പറയട്ടെ. I'm useless to God. I'll never have victory over sin. ഞാൻ ദൈവത്തിന് ഒരു പ്രയോജനവും ഇല്ലാത്തവളാണ്. എനിക്ക് ഒരിക്കലും ജയം ഉണ്ടാവുകയില്ല. Why do I know that's the fig leaf? അത് ഒരു അത്തിയിലയാണ് എന്ന് എനിക്ക് എങ്ങനെ അറിയാം? Because I don't go to God. കാരണം എന്താണ്? ഞാൻ ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകുന്നതില്ലെന്ന് അതെന്നെ തടയുന്നു. Anything that I do after I sin that doesn't make me to go to God is a fig leaf.
ഞാൻ ഒരു പാപം ചെയ്ത ശേഷം ദൈവത്തിന്റെ അടുക്കലേക്ക് പോകുന്നതിന് എന്നെ തടയുന്ന എന്ത് കാര്യവും അത് ഒരു അത്തിയിലയാണ്. The only right answer after I sin is to go to God. ഞാൻ പാപം ചെയ്ത ശേഷം ഉള്ള ശരിയായ ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ, അത് ഞാൻ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുന്നതാണ്. All other answers are wrong. മറ്റെല്ലാ ഉത്തരങ്ങളും അത് തെറ്റ്. Feeling sorry for yourself but not going to God. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു പശ്ചാത്താപം തോന്നുന്നു, പക്ഷേ നിങ്ങൾ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുന്നില്ല. Acknowledging that you're in the pig farm but not going back to the father's house. That's a fig leaf too. ഞാൻ പന്നി കൂട്ടത്തിൽ ആണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു, പന്നിയുടെ വള വരെ തിന്നുന്നു എന്ന് ഞാൻ സമ്മതിക്കുന്നു, പക്ഷേ ദൈവത്തിന്റെ അടുക്കലേക്ക് പോകുന്നില്ല. അതും ഒരു അത്തിയില തന്നെയാണ്. Listening to wonderful messages, convicting messages, and saying, yes, Lord, I'm a horrible sinner, but not going to God and receiving forgiveness and salvation. വളരെ ശക്തമായ എനിക്ക് കുറ്റബോധം നൽകുന്ന അല്ലെങ്കിൽ എനിക്ക് പാപബോധം നൽകുന്ന സന്ദേശങ്ങൾ ഞാൻ കേട്ട ശേഷവും ഞാൻ കർത്താവെ ഞാൻ ഒരു പാപിയാണ് എന്ന് സമ്മതിക്കുന്നു, പക്ഷേ സമ്മതിച്ച ശേഷം ദൈവത്തിന്റെ അടുക്കലേക്ക് പോകുന്നില്ല. One of the biggest fig leaves in my life in the 20s was, I'm no good. എന്റെ 20കളിൽ എനിക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു അത്തിയില, ഞാൻ കൊണ്ടു നടന്ന അത്തിയില എന്ന് പറയുന്നത്, ഞാൻ ദൈവത്തിന് ഒരു പ്രയോജനവും ഇല്ലാത്തവനാണ്, ഞാൻ ഒന്നിനും കൊള്ളില്ല എന്ന ചിന്തയാണ്. Let me show you this from Luke chapter 18, the story about the Pharisee and the publican. ഇവിടെ ചുങ്കക്കാരനും പരീശനും കഥ പറയുന്ന ആ കാര്യം പറയുന്ന ലൂക്കോസ് 18 നിന്ന് ഞാൻ ഈ കാര്യം കാണിക്കട്ടെ. Luke chapter 18 verses 9 to 14 is a story about two people who go to God. Brother Santosh, Matthew, you're on mute. ലൂക്കോസ് 18 അവിടെ 9 മുതലുള്ള ലൂക്കോസ് 18 അവിടെ 9 മുതലുള്ള വാക്യങ്ങളിൽ നാം ആ ചുങ്കക്കാരനും പരീശനും തമ്മിലുള്ള ആ കഥയാണ് നാം വായിക്കുന്നത്. And the Pharisee says, I'm better than everybody else. അവിടെ പരീശൻ പറയുന്നു, ഞാൻ മറ്റുള്ള എല്ലാവരെക്കാട്ടിലും മെച്ചമാണ്. I wasn't like that when I was defeated in sin. ഞാൻ ഈ പാപത്തിൽ തോറ്റപ്പോൾ ഞാൻ അങ്ങനെയായിരുന്നില്ല. That wasn't my problem. അതായിരുന്നില്ല ആ സമയത്തുള്ള എന്റെ പ്രശ്നം. When I was defeated in sin, I would pray like the tax collector. ഞാൻ പാപത്തിൽ തോൽപ്പിക്കപ്പെട്ട സമയത്ത് ഈ ചുങ്കക്കാരൻ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത്. I would say, Lord, please help me, please be merciful to me. I'm a horrible sinner. I'm not having victory over sin. അവിടെ ഞാൻ എന്റെ മാറത്തടിച്ച്, ദൈവമേ എന്നെ സഹായിക്കണമേ, ഞാനൊരു പാപിയായ എന്നോട് കരുണ ഉണ്ടാകണമേ എന്ന് പറഞ്ഞ് മാറത്തടിച്ച് ഞാൻ നിലവിളിക്കുമായിരുന്നു. I was like the prodigal son who said, Lord, I'm in a horrible pig farm. I don't know. I hate this pig farm. I don't like this pig farm. Please help me. ഞാൻ അന്ന് ഈ പന്നിയുടെ വാള വരെ തിന്നുകൊണ്ട് ഞാൻ നിൽക്കുന്ന ഈ ഒരു അവസ്ഥ, കർത്താവേ എനിക്കത് വെറുപ്പാണ്, എനിക്കത് വേണ്ട, എന്നെ സഹായിക്കണമേ എന്നുള്ള ഒരു കരച്ചിലുണ്ടായിരുന്നു. And the big mistake I would make would be to stop at Luke 18 verse 13. അവിടെ ലൂക്കോസ് 18:13 ഞാൻ അപ്രകാരം ഈ കരഞ്ഞ് അവിടം കൊണ്ട് അവസാനിപ്പിക്കുമായിരുന്നു. അതായിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ്. Luke 18 verse 13 is not the good news. ലൂക്കോസ് 18:13 അതല്ല സുവാർത്ത. Luke 18 verse 14 is the end of the story. അവിടെ ലൂക്കോസ് 18:14 ആ കഥയുടെ അവസാനം. Because Luke 18 verse 14 says that this publican, this tax collector, received justification. ഇവിടെ 14 വാക്യത്തിൽ നാം വായിക്കുന്നത് ആ ഒരു ചുങ്കക്കാരന് അവന് നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി എന്ന് നാം അവിടെ വായിക്കുന്നു. He received it, he took it. അവൻ ആ നീതീകരണം അവന് ലഭിച്ചു, അവൻ ആ നീതീകരണം സ്വീകരിച്ചു, അവൻ അത് എടുത്തു. It's not enough to say, Lord, please help me, please help me, please help me. When God gives me something, I got to take it. ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് പറയുക മാത്രമല്ല, ദൈവം തരുമ്പോൾ അത് ഞാൻ സ്വീകരിക്കണം.
There is no salvation if I just repent, but also don't have faith to receive what God is offering to me. ഞാൻ മാനസാന്തരപ്പെട്ടു, പക്ഷേ ഞാൻ ദൈവം എനിക്ക് നൽകുന്ന കാര്യങ്ങൾ സ്വീകരിക്കുവാനായിട്ടുള്ള വിശ്വാസമില്ലെങ്കിൽ നമുക്ക് ഒരു രക്ഷയുടെ അവസ്ഥ ഉണ്ടാവുകയില്ല. And I was just like the prodigal son in the pig farm. ഞാൻ അവിടെ ആ പന്നിക്കൂട്ടത്തിന്റെ മധ്യത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ദൂർത്തുപുത്രനെ പോലെ ആയിരുന്നു എന്റെയും അവസ്ഥ. I would listen to sermon after sermon and be convinced that my life was a pig farm. ഞാൻ പല സന്ദേശങ്ങൾ മാറി മാറി ഞാൻ കേൾക്കും. കേട്ട ശേഷം ഞാൻ ഒരു പന്നിക്കൂട്ടത്തിന്റെ നടുവിലാണ് എന്നുള്ള ബോധ്യം എനിക്കുണ്ടാവും. But I would not get up and go to the Father. എന്നാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് ഞാൻ പിതാവിന്റെ അടുക്കലേക്ക് പോവുകയില്ലായിരുന്നു. My fig leaf became the fact that I acknowledged that I was in the pig farm. ഞാൻ ഇവിടെ ഈ പന്നിക്കൂട്ടത്തിന്റെ നടുവിലാണ് എന്ന് ഞാൻ സമ്മതിച്ചു എന്നുള്ള കാര്യം തന്നെ എനിക്ക് അതൊരു അത്തിയിലയായി മാറും. My fig leaf became, yes, I'm such a horrible person because I disobeyed God. ഞാൻ അനുസരണക്കേട് ദൈവത്തോട് കാണിച്ചു, അതുകൊണ്ട് ഞാൻ ഒരു വളരെ മ്ലേച്ഛകരമായ ഒരു വ്യക്തിയാണ് എന്നുള്ള ആ കാര്യം ഞാൻ അത് സമ്മതിക്കുന്നത് തന്നെ എനിക്ക് ഒരു അത്തിയിലയായി മാറുന്നു. Bottom line, I didn't do the one thing I'm supposed to do when I sin, which is go to God. എന്നാൽ അതിന്റെ അവസാനം എന്താണ്? ഞാൻ ചെയ്യേണ്ടിയിരുന്ന ഏക കാര്യം, പാപം ചെയ്ത ശേഷം ഞാൻ ചെയ്യേണ്ടിയിരുന്ന ഏക കാര്യം എന്താണ്? ഞാൻ പിതാവിന്റെ അടുക്കലേക്ക് ചെല്ലുക. ആ കാര്യം ഞാൻ ചെയ്തില്ല. I don't know how long the prodigal son was in the pig farm. അവിടെ ആ ഒരു ഇളയ കുമാരൻ ധൂർത്തപുത്രൻ അവൻ എത്ര നാൾ ഇപ്രകാരം ആ ഒരു പന്നിക്കൂട്ടത്തിനിടയിൽ നിന്നു എന്ന് എനിക്കറിയില്ല. But Jesus says that when the prodigal son came to his senses, he got up and went to the Father. എന്നാൽ നാം അവിടെ ദൈവവചനത്തിൽ വായിക്കുന്നത് അവന് സുബോധം വന്നപ്പോൾ, അവന് ആ ഇളയ കുമാരന് സുബോധം വന്നപ്പോൾ അവൻ എഴുന്നേറ്റ് പിതാവിന്റെ അടുക്കലേക്ക് പോയി. Acknowledging that he was in the pig farm didn't mean anything until he came to his senses and he got up and went to his father. താൻ എഴുന്നേറ്റ് തന്റെ പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നത് വരെ, അതിനു മുമ്പ് ഞാൻ ഒരു പാപിയാണ് എന്ന് താൻ സമ്മതിച്ചു, ആ പന്നിക്കൂട്ടത്തിന്റെ ഇടയിലാണ് എന്ന് സമ്മതിച്ചു, ഇതൊന്നും തന്നെ അവനെ സഹായിച്ചില്ല. അതൊക്കെ ഒരു അത്തിയില മാത്രമായിരുന്നു. So young people, this is also something that we have to learn to be very consistent about. അതുകൊണ്ട് ചെറുപ്പക്കാരെ, നാം നമ്മുടെ ജീവിതത്തിൽ നാം പഠിക്കേണ്ട, നമുക്ക് സ്ഥിരമായി നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാനായിട്ട് നാം പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്. Like I said, we sin because we don't truly believe that God wants our very best and his commands are for our good. ദൈവത്തിന്റെ കൽപ്പനകൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് അത് നാം വിശ്വസിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരം നമുക്ക് ഈ കാര്യങ്ങൾ നമുക്ക് സത്യമായി വരാത്തത്. And we are cowards because we think God is not fully in control. ദൈവം സകലത്തിന്റെ മേലും ദൈവത്തിന് നിയന്ത്രണം ഉണ്ട് എന്നുള്ള കാര്യം നാം വിശ്വസിക്കാത്തത് കൊണ്ടാണ് നാം ഭീരുക്കളായി മാറുന്നത്. So we fall into sin. അതുകൊണ്ട് നാം പാപത്തിൽ വീഴുന്നു. But then after we sin, we make things worse by not immediately going back to the Father. എന്നാൽ പാപം ചെയ്ത ശേഷം ഉടനടി ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലാതെ നാം കാര്യങ്ങളെ കൂടുതൽ വഷളാക്കുകയാണ് ചെയ്യുന്നത്. The solution to sin would be much quicker if we will go back to God quickly after we sin. നാം പാപം ചെയ്ത ശേഷം എത്രയും പെട്ടെന്ന് ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുന്നുവോ അത്രയും വേഗം നമുക്ക് നമ്മുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവും. This is the number one reason why I spend so much time stuck in sin. ഞാൻ അനേക സമയം ഈ പാപത്തിൽ തന്നെ തുടരുന്നതിന്റെ അല്ലെങ്കിൽ പാപത്തിൽ പെട്ടുപോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്, പിതാവിന്റെ അടുക്കലേക്ക് പെട്ടെന്ന് ചെല്ലുന്നില്ല എന്നത്. Dear young people, please remember this when you sin. പ്രിയ ചെറുപ്പക്കാരെ, നിങ്ങൾ പാപം ചെയ്യുമ്പോൾ ഈ കാര്യം നിങ്ങൾ ഓർക്കുക. Let's be very clear. God doesn't want you to sin even once. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയട്ടെ, നിങ്ങൾ ഒരിക്കൽ പോലും പാപം ചെയ്യണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. But
if and when we sin, please do the one thing that you should do. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ പാപം ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക. You don't have two options. There's only one option you have, which is the right option. അവിടെ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ടില്ല, ഒരു കാര്യം മാത്രമാണ്, ശരിയായ ഒരു കാര്യം മാത്രം. അത് ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുക. Go back to the Father. ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുക. All other options is the wrong answer. മറ്റെല്ലാ വഴികളും അത് തെറ്റായ ഉത്തരമാണ്. മറ്റെല്ലാം തെറ്റായ ഉത്തരമാണ്. These are the first three things that Adam and Eve got onto a very bad start when they were even just beginning their life. തങ്ങളുടെ ജീവിതം ആരംഭിക്കുമ്പോൾ തന്നെ ആദാമിനും ഹവ്വയ്ക്കും ഇങ്ങനെ ഒരു വളരെ തെറ്റായ തുടക്കമാണ് അവർക്ക് ഉണ്ടായത്. These are the first three lies or deceptions that Adam and Eve fell into. ആദാമും ഹവ്വയും അവര് വഞ്ചിക്കപ്പെട്ടു പോയ, അവര് പെട്ടുപോയ മൂന്ന് വഞ്ചനകൾ ഇതൊക്കെയാണ്. But as I think about those three, these are specifically to young people, is where I find that there's a lot of danger we have in these three areas. ഈ മൂന്ന് മേഖലയിലും ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ച് പലതരത്തിലുള്ള അപകടങ്ങളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. So let me repeat those three deceptions as we close. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ മൂന്ന് വഞ്ചനകളെ കുറിച്ച് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. Deception number one: God's commands are not for my best. ഒന്നാമത്തെ വഞ്ചന ഇതാണ്: ദൈവത്തിന്റെ കൽപ്പനകൾ എനിക്ക് ഏറ്റവും എന്റെ നന്മയ്ക്കായിട്ട് അല്ല. The truth is, God's commands are for my very best. സത്യം എന്താണ്? ദൈവത്തിന്റെ കൽപ്പനകൾ എന്റെ ഏറ്റവും നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. And everything that God allows in my life is for my very best. അത് മാത്രമല്ല, എന്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നതെല്ലാം തന്നെ എന്റെ ഏറ്റവും നന്മയ്ക്ക് വേണ്ടിയാണ്. The next deception number two, is that I can be a coward and silently allow myself to participate in sin. ഒരു ഭീരുവായിരുന്ന് വളരെ നിശബ്ദമായിട്ട് പാപത്തിൽ പങ്കാളികളാകുവാനായിട്ട് പിശാച് അനുവദിക്കുന്നു. And I'm a coward because I don't believe that God is fully in control. ദൈവം എല്ലാറ്റിന്റെ മേലും ദൈവത്തിന് നിയന്ത്രണമുണ്ട് എന്ന് വിശ്വസിക്കാത്തത് കൊണ്ട് ഞാൻ ഒരു ഭീരുവായി മാറും. I'm a coward because I think Jesus is asleep and my situation somehow slipped by him without him knowing. യേശുക്രിസ്തു ഇപ്പോൾ ഉറങ്ങുകയാണ്. യേശുക്രിസ്തു അറിയാതെ എങ്ങനെയോ ആണ് ഈ സാഹചര്യം എന്റെ ജീവിതത്തിലേക്ക് വന്നത് എന്നുള്ള ഒരു ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഞാൻ ഒരു ഭീരുവായി മാറുന്നു. So I keep going to Jesus and say, wake up, how could you let this happen? You clearly must be asleep. അതുകൊണ്ട് യേശുവിന്റെ അടുക്കലേക്ക് ചെന്ന്, യേശുവേ എഴുന്നേൽക്കണമേ എന്ന് പറഞ്ഞു. യേശുക്രിസ്തു ഉറങ്ങുകയായിരിക്കും, അതുകൊണ്ടാണ് ഈ കാര്യം സംഭവിച്ചത് എന്ന് ചിന്തിക്കുന്നു. Deception number three is I don't go back to God when I sin. ഞാൻ പാപം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ അടുക്കലേക്ക് തിരികെ പോകുന്നില്ല. I cover myself, my nakedness and my shame with all kinds of fig leaves. എന്റെ നഗ്നതയും എന്റെ നാണവും എല്ലാ തരത്തിലുള്ള അത്തിയില കൊണ്ട് ഞാൻ മൂടുവാനായിട്ട് ശ്രമിക്കുന്നു. Remember, dear brothers and sisters, fig leaves is not a bad thing. Fig leaves is a good thing. പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ അത് ഓർക്കണം. ഈ അത്തിയില എന്ന് പറയുന്നത് അതൊരു മോശമായ കാര്യമല്ല, നല്ല കാര്യമാണ്, നല്ലതാണത്. Who made fig leaves? Who made the fig tree? ആരാണ് ഈ അത്തി വൃക്ഷം ഉണ്ടാക്കിയത്? ആരാണ് അത്തി ഇല ഉണ്ടാക്കിയത്? God did. ദൈവം തന്നെയാണ് അത് ഉണ്ടാക്കിയത്. But that's not the solution when we sin. എന്നാൽ നാം പാപം ചെയ്യുമ്പോൾ അതല്ല അതിന്റെ ഒരു പരിഹാരം. When we sin, we should recognize our shame. നാം പാപം ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ലജ്ജ നമുക്ക് ഉണ്ടാവണം. And we should go back to God. അതിനുശേഷം
നാം തിരിച്ച് ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലണം. Let me end with this passage from Jeremiah chapter 3. യിരെമ്യാവിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നിന്നുള്ള ഈ ഭാഗം വായിച്ച് ഞാൻ അവസാനിപ്പിക്കട്ടെ. Jeremiah chapter 3 verse 3. യിരെമ്യാവ് 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. അതുകൊണ്ട് മഴ നിന്നുപോയി, പിന്മഴ പെയ്തതുമില്ല, എന്നിട്ടും നീ വേശ്യയുടെ നെറ്റി കാണിച്ചു നാണിക്കാതെ ഇരിക്കും. There's drought in the land. There's written on your forehead is that you're a harlot, but you're still not ashamed. ഇവിടെ നാം വായിക്കുന്നത്, ഇവിടെ ദേശത്ത് മഴയില്ല, എല്ലാം വരണ്ടിരിക്കുന്നു, നിന്റെ നെറ്റിയിൽ നീ ഒരു വേശ്യയാണ് എന്ന് എഴുതിയിരിക്കുന്നു, എന്നിട്ടും ഒരു ലജ്ജയുമില്ലാതെ ഇരിക്കുന്നു. Because they must have had all kinds of fig leaves that covered them up. കാരണം അവർക്ക് അവരെ തന്നെ മൂടിക്കൊണ്ടിരുന്ന എല്ലാ തരത്തിലുള്ള അത്തി ഇലകളും അവർക്ക് ഉണ്ടായിരുന്നിരിക്കും. They had created their own fig leaves. They were no longer ashamed, even though the written harlot on their forehead, there's total drought, but they're not ashamed. അവരുടെ നെറ്റിമേൽ വേശ്യ എന്ന് എഴുതിയിരുന്നു, ചുറ്റിനും മുഴുവൻ വരൾച്ചയാണ്, എന്നാൽ പോലും അവർക്ക് ഒരു ലജ്ജയില്ല. And see in verse 7, God says, I thought after she has done all these things, she will return to me. ഇതൊക്കെയും ചെയ്ത ശേഷം അവൾ എന്റെ അടുക്കൽ മടങ്ങി വരും എന്ന് ഞാൻ വിചാരിച്ചു. I thought after eating of the tree of knowledge of good and evil, after giving it to Adam and Adam also eating it, I thought they would return to me. അവൾ ആ നന്മതിന്മയുടെ അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് ഭുജിച്ച ശേഷം, ആദാമിനും കൊടുത്ത ശേഷം, ആ തെറ്റിന് ശേഷം അവൾ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരും എന്ന് ഞാൻ ചിന്തിച്ചു. And you read Jeremiah chapter 3, God is saying, return. Just acknowledge your shame, acknowledge it and return. യിരെമ്യാവിന്റെ 3-ാം അധ്യായത്തിൽ നാം അങ്ങനെയാണ് വായിക്കുന്നത്, നിന്റെ പാപത്തെ നീ സമ്മതിക്കുക മാത്രം ചെയ്യുക, എന്നിട്ട് എന്റെ അടുക്കിലേക്ക്, ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി വരിക. That's what we ought to do, dear young people. As quickly after you sin, go back to God in your shame. പ്രിയ ചെറുപ്പക്കാരെ, നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. നിങ്ങൾ പാപം ചെയ്ത ശേഷം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ആ ലജ്ജയും നാണവും ഒക്കെ ആയിട്ട് തന്നെ നിങ്ങൾ ദൈവത്തിന്റെ അടുക്കിലേക്ക് നിങ്ങൾ മടങ്ങി ചെല്ലുക. നിങ്ങളുടെ ഉള്ള അവസ്ഥയിൽ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലുക. This is our only hope. ഇത് മാത്രമാണ് നമ്മുടെ പ്രത്യാശ. And if we return to God like the tax collector, we must receive from God the justification that He alone can give. ചുങ്കക്കാരനെ പോലെ നാം ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലുന്നുവെങ്കിൽ നമുക്ക് ദൈവം മാത്രം തരുവാൻ കഴിയുന്ന ആ നീതീകരണം അത് ദൈവത്തിൽ നിന്ന് നാം സ്വീകരിക്കണം, നാം പ്രാപിക്കണം. I say, God, I don't know what I'm supposed to feel. I don't know what I'm supposed to get, but I don't want to do anything else but return to you. Speak to me a word so that I can know that I am justified. ദൈവമേ, എനിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്കറിയില്ല. എന്നാൽ കർത്താവേ, എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എന്നാൽ അങ്ങയുടെ അടുക്കിലേക്ക് ഞാൻ വരുന്നു. അങ്ങയുടെ അടുക്കിലേക്ക് വരുമ്പോൾ അങ്ങ് ഞാൻ നീതീകരിക്കപ്പെട്ടു എന്ന് എനിക്ക് ഉറപ്പ് ലഭിക്കുന്ന ഒരു വാക്ക് അങ്ങിൽ നിന്ന് അങ്ങ് എനിക്ക് നൽകണമേ. And tomorrow I may feel like the doubt will come in and the devil will try to make me feel ashamed. I want to go back to God and hold fast to being justified. നാളെ വീണ്ടും പിശാച് എന്റെ മനസ്സിലേക്ക് സംശയത്തിന്റെ വിത്തുകളെ വിതയ്ക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ഞാൻ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടു എന്നുള്ള ആ സത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വീണ്ടും ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുവാനായിട്ട് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. Feeling sorry for myself is not the answer. എന്നെ കുറിച്ച് തന്നെ ദുഃഖമുണ്ടാവുക അല്ലെങ്കിൽ ഞാൻ ചെയ്ത് തെറ്റാണ് എന്ന് സമ്മതിക്കുക, അത് മാത്രമല്ല ഉത്തരം. And even feeling the conviction of my sin is not the answer. എന്റെ പാപത്തെ കുറിച്ചുള്ള ഒരു ബോധ്യം ഉണ്ടാകുന്നതുമല്ല ഉത്തരം. It's the step towards the answer, but it's not the final answer. ഇത് ഉത്തരത്തിലേക്കുള്ള അവസാന ഉത്തരത്തിലേക്കുള്ള ഒരു പടി മാത്രമാണ്, എന്നാൽ അവസാനത്തെ ഉത്തരം അതല്ല. 2 + 2 is not
3. You have to go plus past 3 to get to the final answer. 2+2 എന്ന് പറയുന്നതിന്റെ ഉത്തരം 3 അല്ല. 3 കഴിഞ്ഞ് വീണ്ടും മുമ്പോട്ട് പോകണം. 2 plus 2 is first go to 3 and then go to 4. 2+2 എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ 3ന്റെ അടുത്തേക്കാണ് ചെല്ലുന്നതെങ്കിൽ 3 കഴിഞ്ഞ് 4ലേക്ക് പോകണം. Go to conviction for sin and then receive justification from God. നിങ്ങൾ ആദ്യം പാപബോധം നിങ്ങൾക്കുണ്ടാവണം. പാപബോധത്തിന് ശേഷം ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുക. ദൈവത്തിന്റെ അടുക്കലേക്ക് ചെന്ന് ദൈവത്താൽ ഉള്ള നീതീകരണത്തെ സ്വീകരിക്കുക. Too many times I was on the number line hanging around 3, 3.1, 3, 2.9, 3.2. I never got to 4. ഞാൻ പലപ്പോഴും എന്റെ ജീവിതത്തിൽ ഈ 2.9, 3, 3.1, 3.2 എന്നിങ്ങനെ പറഞ്ഞ് ഞാൻ ആ 3നോട് ചുറ്റും ഇങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു. പക്ഷെ 4ന്റെ അടുക്കലേക്ക്, ശരിയായ ഉത്തരത്തിലേക്ക്, ദൈവത്തിന്റെ അടുക്കലേക്ക് ഞാൻ പോയില്ല. Conviction from sin, conviction from sin. Listen to the next message next Sunday. Some more conviction from sin. I'm going 3, 3.1, 2.9, 3.1. I'm always hanging around conviction from sin. പാപബോധം ഉണ്ടാവുന്നു. അടുത്ത ആഴ്ച വീണ്ടും ഞാൻ ഒരു സന്ദേശം കേൾക്കുന്നു. വീണ്ടും എനിക്ക് പാപബോധം ഉണ്ടാവുന്നു. 2.9, 3, 3.1, 3.2. പക്ഷേ ഞാൻ 4ലേക്ക് എത്തുന്നില്ല. And I never kept going forward till I saw the hand of God showing me. But then the end of the story is you're justified. എന്നാൽ ദൈവം എന്നെ ഈ കഥയുടെ അവസാനം അവൻ ദൈവത്താൽ നീതീകരിക്കപ്പെട്ട് കടന്നുപോയി എന്നുള്ള ആ സത്യം ദൈവം എന്നെ കാണിക്കുന്നത് വരെ എനിക്ക് ആ ഉത്തരത്തിലേക്ക് എത്തുവാൻ കഴിഞ്ഞില്ല. It says about the tax collector that he went home justified. അവിടെ ഇതാ ആ ചുങ്കക്കാരനെ കുറിച്ച് പറയുന്നത് അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങിപ്പോയി. How long was he in the temple? അവൻ അവിടെ ആലയത്തിൽ എത്ര നാളുണ്ടായിരുന്നു? I don't know. We don't know. നമുക്കറിയില്ല. But he didn't go home until he was justified. എന്നാൽ താൻ നീതീകരിക്കപ്പെട്ടവനായിട്ടാണ് അവൻ വീട്ടിലേക്ക് പോയത്. അതുവരെ അവൻ അവിടെ നിന്നു. We have to go say, Lord, have mercy on me, a sinner. But we go home when we know that we are justified. ദൈവമേ, പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് ഞാൻ ദൈവത്തോട് പറയുന്നു. എന്നാൽ നാം മടങ്ങി വീട്ടിലേക്ക് പോകേണ്ടത് നീതീകരിക്കപ്പെട്ടവരായിട്ടാണ്. Young people, let us receive the justification from Jesus Christ. അതുകൊണ്ട് പ്രിയ ചെറുപ്പക്കാരെ, നമുക്ക് യേശുവിന്റെ അടുക്കൽ നിന്ന് ആ നീതീകരണത്തെ നമുക്ക് സ്വീകരിക്കാം. The only way to get there is through a genuine conviction of our sins. അവിടെ നമുക്ക് എത്തുവാനുള്ള ഏക വഴി എന്ന് പറയുന്നത് ആദ്യം നമുക്ക് പാപത്തെക്കുറിച്ചിട്ടുള്ള ഒരു ശരിയായ ബോധം നമുക്കുണ്ടാവണം. And with that shame that comes from the conviction of sins, let us go in our shame to Jesus. അങ്ങനെ ആ പാപബോധം നമ്മിൽ ഉണ്ടാക്കുന്ന ആ ലജ്ജ, ആ നാണത്തോടുകൂടെ തന്നെ ആ ലജ്ജ വഹിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലാം. Let's not waste time making fig leaves, and He'll put on us the robe of righteousness. He'll give us a brand new robe of righteousness. നാം അത്തിയില കൊണ്ട് അരയാടകൾ ഉണ്ടാക്കി ഈ പാപത്തെ മറയ്ക്കുവാനായിട്ട് ശ്രമിക്കേണ്ടതില്ല. നാം ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ആ നീതിയുടെ വസ്ത്രം ദൈവം നമ്മെ ധരിപ്പിക്കും. May God help us. ദൈവം നമ്മെ സഹായിക്കട്ടെ. Father, we want to commit these words that I have spoken. പിതാവേ, ഞാൻ സംസാരിച്ച ഈ വാചകങ്ങൾ, അത് ഈ കാര്യം കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. Lord Jesus, all we can do is bring 5 loaves and 2 fish. ദൈവമേ, ഞങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്നത് 5 അപ്പവും 2 മീനും അങ്ങയുടെ അടുക്കിലേക്ക് കൊണ്ടുവരിക എന്നത് മാത്രമാണ്. But Lord Jesus, you need to break it and you need to bless it. ദൈവമേ, അങ്ങ് അതിനെ ഉടച്ച ശേഷം, അതിനെ നുറുക്കിയ ശേഷം അങ്ങ് അതിനെ അനുഗ്രഹിക്കണമേ. That is the only way it can really satisfy the needs of the people. ദൈവമേ, ഇവിടെയുള്ള ജനങ്ങളുടെ, ആളുകളുടെ ആവശ്യത്തെ നിറവേറ്റുവാൻ അത് മാത്രമേ ഉപകരിക്കുകയുള്ളല്ലോ. Lord, you know the number of needy people who are listening to this message. ദൈവമേ, ഈ സന്ദേശം കേൾക്കുന്ന, ആവശ്യത്തിലിരിക്കുന്ന അനേകരുണ്ട് എന്ന് അങ്ങ് അറിയുന്നല്ലോ. 5 loaves and 2 fish cannot do it. ദൈവമേ, 5 അപ്പത്തിനും 2 മീനിനും അവരുടെ ആവശ്യത്തെ നിറവേറ്റുവാനായിട്ട് കഴിയുകയില്ല. But Lord, if we come to you and we give it to you, you can do ദൈവമേ, എന്നാൽ something. ഞങ്ങൾ
അത് അങ്ങയുടെ അടുക്കലേക്ക് കൊണ്ടുവന്ന് അങ്ങയിലേക്ക് ഞങ്ങൾ വരികയാണെങ്കിൽ അങ്ങേക്ക് ഒരു അത്ഭുതം ചെയ്യുവാൻ കഴിയുമല്ലോ. Lord, we come to you, Lord, in our shame of our sins. ഞങ്ങളുടെ പാപത്തിന്റെ ആ ലജ്ജ വഹിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങൾ അങ്ങയുടെ അടുക്കലേക്ക് വരുന്നു. We want to throw away all our fig leaves of our own righteousness or self-pity. ദൈവമേ, ഞങ്ങളുടെ സ്വയ സഹതാപത്തിന്റെയും ഞങ്ങളുടെ സ്വയനീതിയുടെയും എല്ലാ അത്തി ഇലകളും കർത്താവെ ഞങ്ങൾ അത് മാറ്റിക്കളയുന്നു. You have the words of eternal life, Lord. We want you to speak specifically to us. ദൈവമേ, അങ്ങേക്ക് നിത്യജീവന്റെ മൊഴികൾ അങ്ങയിലുണ്ടല്ലോ. അങ്ങ് വ്യക്തിപരമായിട്ട് ഞങ്ങളോട് സംസാരിക്കണമേ. Give us, Lord, the joy of your salvation. അങ്ങയുടെ കർത്താവെ ആ രക്ഷയുടെ സന്തോഷം അത് ഞങ്ങൾക്ക് നൽകണമേ. Speak to us, Lord, in a way just like you spoke and there was light. ദൈവമേ, അങ്ങ് വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് വെളിച്ചമുണ്ടായതുപോലെ ഞങ്ങളുടെ ഹൃദയങ്ങളോടും അങ്ങ് സംസാരിക്കണമേ. We pray, Lord Jesus, that we may be more and more gripped, that you're on our side and you want the very best for us. ദൈവമേ, അങ്ങ് ഞങ്ങളുടെ പക്ഷത്താണെന്നും അങ്ങ് ഞങ്ങളുടെ ഏറ്റവും നന്മ ആഗ്രഹിക്കുന്നു എന്നുള്ളതും കർത്താവെ അത് കൂടുതൽ മുറുകെ പിടിക്കുവാൻ കർത്താവെ അതിൽ കൂടുതൽ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. You're never asleep, Lord. You never slumber nor sleep. കർത്താവെ, അങ്ങ് ഒരിക്കലും അങ്ങ് ഉറങ്ങുന്നില്ല, അങ്ങ് ഒരിക്കലും മയങ്ങുന്നില്ല. Help us, Lord Jesus, to be bold to stand and to come to you. ദൈവമേ, ഉറപ്പോടെ നിന്ന് ധൈര്യത്തോടെ നിന്ന് അങ്ങയുടെ അടുക്കിലേക്ക് വരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. In Jesus' name we pray. Amen. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.